ശരണം വിളിയാൽ ലയിച്ച ശബരിമല സന്നിധാനത്ത് ഇന്ന് മകരവിളക്ക് ദിവസം സന്നിധാനത്തെ അന്നദാനം കോംപ്ലക്സിൽ തീർത്ഥാടകർക്കുള്ള അന്നദാനം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും വിളമ്പി. അതോടൊപ്പം തന്നെ ഭക്തരുടെ ക്ഷേമ വിവരങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞ മന്ത്രി അന്നദാനത്തിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നും വിലയിരുത്തി. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തിയ മന്ത്രി ചരിത്രത്തിലെ മികച്ച ശബരിമല തീർത്ഥാടന കാലം ഒരുക്കാൻ സാധിച്ചതിൽ സന്തോഷവും സംതൃപ്തിയുമുണ്ടെന്ന് പറഞ്ഞു. ഹരിവരാസനം പുരസ്കാരം സ്വീകരിക്കാനെത്തിയ കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കൊടിമര ചുവട്ടിൽ വെച്ച് മന്ത്രി പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും ബോർഡ് അംഗങ്ങളായ ജി. സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എ. അജികുമാർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ശബരിമല തീർത്ഥാടന കാലം സംതൃപ്തിയോടെ പരാതിരഹിതമായി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രിയായ മന്ത്രി വി.എൻ. വാസവൻ സന്നിധാനത്ത് പറഞ്ഞു. ജനുവരി 12-ന് പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര കാനനപാതയിലൂടെ സഞ്ചരിച്ച് ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. അതേസമയം പൊന്നമലമേട്ടിൽ നിന്ന് മകരജ്യോതി തെളിയും. ഇതോടെ മണ്ഡലം മകരവിളക്ക് ഉത്സവകാലം സമാപനത്തോടെ അടുക്കും. മുന്നൊരുക്കങ്ങൾ വളരെ മുൻപേ തന്നെ നടത്താൻ സാധിച്ചെന്നതാണ് മികച്ച തീർത്ഥാടന കാലം ഒരുക്കാൻ വഴിവെച്ചതെന്നും മന്ത്രി പറഞ്ഞു. പർണശാലകളിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാൻ സൗകര്യമൊരുക്കി. പർണശാലകളിൽ ഭക്ഷണം പാചകം ചെയ്ത് അപകടം വരാതിരിക്കുവാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചതും. മകരജ്യോതി വ്യൂ പോയിന്റുകളിൽ പോലീസും ഫയർഫോഴ്സും നേരിട്ട് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കാനന പാതയിലൂടെ വരുന്ന ഭക്തർക്കായുള്ള സുരക്ഷ പ്രത്യേകമായി ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. ജൂലൈ മാസം തന്നെ ആദ്യഘട്ടമായി എപ്പോഴും കേന്ദ്രീകൃത യോഗങ്ങൾ ചേർന്നിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് 2 യോഗങ്ങളിൽ പങ്കെടുത്ത കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. എല്ലാ ഇടത്താവളങ്ങളിലും നേരിട്ട് സന്ദർശിച്ചു. തീർത്ഥാടന തുടക്കത്തിൽ തന്നെ 40 ലക്ഷത്തോളം ആവരണ ബഫർ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എല്ലാ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കുവാനും അന്നദാനവും ലഘുഭക്ഷണവും നൽകാനായി. തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധനവുണ്ടായി എന്നും മകരവിളക്കിന് ശേഷമുള്ള മടക്കയാത്രയിൽ തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കായി ചുക്കുകാപ്പി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ആതിഥേയ മൂല്യങ്ങൾ ഉറപ്പിച്ചാണ് എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥരും ശബരിമലയിൽ ഭക്തരെ സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.